കോട്ടയം ജില്ലയിലെ മണർകാട് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പരാശക്തി ക്ഷേത്രമാണ് മണർകാട് ശ്രീ ഭഗവതി ക്ഷേത്രം. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ആദിപരാശക്തിയും ജഗദീശ്വരിയുമായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യപ്രതിഷ്ഠ. മണർകാട്ടമ്മ എന്നറിയപ്പെടുന്ന ഭഗവതി 28 കരകൾക്ക് അധിപയാണ്. ഭഗവതി ക്ഷേത്രത്തിന് തുല്യ പ്രാധാന്യത്തോടെ ശ്രീധർമ്മശാസ്താ ക്ഷേത്രവും ഇവിടെയുണ്ട്. കൂടാതെ ഗണപതി, സുബ്രഹ്മണ്യൻ തുടങ്ങിയ ഉപദേവതാ ക്ഷേത്രങ്ങളുമുണ്ട്. ഗണപതി ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തായി പഞ്ചമൂർത്തിത്തറയും സപ്തമാതാക്കളുടെ സ്ഥാനവുമുണ്ട്. അതിന് തെക്ക് ഭാഗത്ത് നാഗരാജാവ്, നാഗയക്ഷി പ്രതിഷ്ഠകളുമുണ്ട്. മണർകാട്ടമ്മ സാക്ഷാൽ ആദിപരാശക്തിയും പ്രപഞ്ചനാഥയുമായ ശ്രീ ഭദ്രകാളിയാണ്. കൊടുങ്ങല്ലൂരമ്മയാണ്. ദുർഗ, മഹാലക്ഷ്മി, മഹാസരസ്വതി തുടങ്ങിയ ഭാവങ്ങളിലും പരാശക്തിയെ ഇവിടെ ആരാധിച്ചു വരുന്നു. മണർകാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിനും ക്ഷേത്രത്തിൽ കുംഭമാസത്തിലെ ഭരണിനാളിൽ മാത്രം നട തുറക്കുന്ന ബലിക്കൽപുര മാളികയ്ക്കും ഒരൈതിഹ്യമുണ്ട്. താന്നിയിലില്ലത്തെ കുടുംബനാഥൻ പരാശക്തിയുടെ മഹാഭക്തനായിരുന്നു. മാസം തോറും ഭഗവതിയുടെ മൂലകേന്ദ്രമായ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്ന പതിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. വാർദ്ധക്യത്തിലെത്തിയതോടെ പതിവായി കൊടുങ്ങല്ലൂർക്ക് യാത്ര ചെയ്യാൻ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ട അദ്ദേഹം ഒരിക്കൽ കൊടുങ്ങല്ലൂരമ്മയുടെ തിരുനടയിൽ വെച്ച് ഭഗവതിയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഇനി ഇവിടെ വന്ന് അമ്മയെ കണ്ട് ദർശനം നടത്തുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ശരീരം അത്രയ്ക്ക് അവശതയിലായി. അമ്മ അതിനൊരു മാർഗം കാട്ടിത്തരണം. അന്ന് രാത്രി ആ ബ്രാഹ്മണൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഇങ്ങനെ അരുളപ്പാടുണ്ടായി: നീ ഉണരുമ്പോൾ നിന്റെ തലയ്ക്കൽ ഒരു കുട കാണും. അതുകൊണ്ട് നീ നാട്ടിലേക്ക് പോയിക്കൊള്ളുക. അതോടൊപ്പം ഞാനുമുണ്ടാകും. പിന്നെ നീ ബുദ്ധിമുട്ടി ഇവിടെ വരെ വരേണ്ടതില്ല. നേരം വെളുത്ത് ബ്രാഹ്മണൻ ഉണർന്നു നോക്കുമ്പോൾ തലേന്ന് രാത്രി സ്വപ്നത്തിലുണ്ടായ അരുളപ്പാട് പോലെ തലയ്ക്കലൊരു കുട കണ്ടു. ദേവീ ദർശനത്തിനു ശേഷം കുടയുമെടുത്ത് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. കുട താഴെ വയ്ക്കാതെ തന്നെ അദ്ദേഹം നടന്നു. നടന്ന് ക്ഷീണവും തളർച്ചയും കൂടി വന്നു. വിശ്രമത്തിനു വേണ്ടി കുട താഴെ വെച്ചു. ഇലമ്പനക്കാടിന് സമീപത്തുണ്ടായിരുന്ന സ്രായിയിൽ പുരയിടത്തിലാണ് കുട വെച്ചത്. വിശ്രമത്തിനു ശേഷം കുട വീണ്ടും എടുക്കാൻ ശ്രമിച്ചു. എന്നാൽ കുട എടുക്കാൻ സാധിച്ചില്ല. അക്കാലത്ത് ഈ പ്രദേശം വെമ്പാല നാട്ടുരാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ബ്രാഹ്മണൻ രാജാവിനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു. അദ്ദേഹം ജ്യോത്സ്യനെ വരുത്തി പ്രശ്നം വെപ്പിച്ചു. കൊടുങ്ങല്ലൂരമ്മയുടെ സാന്നിധ്യമുള്ളതായി കണ്ടെത്തി. തുടർന്ന് ഭഗവതിയെ കുടയിൽ നിന്ന് ആവാഹിച്ച് ഇല്ലത്തെ തേവാരപ്പുരയിലിരുത്തി. അന്ന് രാത്രി അദ്ദേഹത്തിന് വീണ്ടും സ്വപ്നദർശനമുണ്ടായി. കുട താഴെ വെച്ചതിന് തെക്കുമാറിയുള്ള ചൂരൽക്കാട്ടിൽ നാഗരാജാവ് ഇരിപ്പുണ്ടെന്നും അവിടം തെളിച്ച് ക്ഷേത്രം പണിയണമെന്നുമായിരുന്നു ഭഗവതിയുടെ കൽപ്പന. ഈ വിവരം രാജാവിനെയും സമീപ കരപ്രമാണിമാരെയും അറിയിച്ചു. കരപ്രമാണിമാർ ചേർന്ന് ചൂരൽക്കാട് വെട്ടിത്തെളിച്ചു. ഭഗവതി സാന്നിധ്യം മനസ്സിലാക്കിയ നാഗരാജൻ സ്വയം സ്ഥാനമൊഴിഞ്ഞു. ഭഗവതിയുടെ അനുഗ്രഹത്തോടെ നാഗരാജൻ കന്നിക്കോണിലേക്ക് മാറി. അങ്ങനെ 28 കരകൾക്ക് ക്ഷേത്രം പണിതു. മൂലകേന്ദ്രമായ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഭഗവതി കുടപ്പുറത്തെത്തി ആദ്യമിരുന്ന സ്ഥലമാണ് സ്രായിയിൽ പുരയിടം. അതുകൊണ്ടുതന്നെ മണർകാട് ഭഗവതിയുടെയും മണർകാട് ഭഗവതി ക്ഷേത്രത്തിന്റെയും ചരിത്രത്തിൽ അദ്വിതീയ സ്ഥാനമാണ് സ്രായിയിൽ പുരയിടത്തിനുള്ളത്. മണർകാടുള്ള സ്രായിയിൽ എന്ന ഈഴവ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള പുരയിടമാണിത്. സാമൂഹ്യമായ ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്ന പണ്ട് കാലത്ത് ക്ഷേത്രാരാധനയ്ക്ക് അവകാശമില്ലാതിരുന്നതിനാൽ ഈ കുടുംബത്തിലെ കാരണവർക്ക് ക്ഷേത്ര ദർശനത്തിന് അവസരം നൽകുന്നതിനായി വർഷത്തിൽ ഒരു ദിവസം ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന മാളികയോട് കൂടിയതും മേൽക്കൂരയുള്ളതുമായ ഭാഗം തുറന്നുകൊടുത്തിരുന്നു. ക്ഷേത്രത്തിലെ ഈ ഭാഗമാണ് ബലിക്കൽപുര മാളിക. അന്നേ ദിവസം വൈകുന്നേരത്തോടെ കൊടുങ്ങല്ലൂരമ്മ ഏറിവന്ന കുട എന്ന സങ്കല്പത്തിൽ പ്രത്യേകമായി തയ്യാറാക്കിയ ശീവേലിക്കുട താലപ്പൊലിയുടെയും നാമജപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഘോഷയാത്രയായി സ്രായിയിൽ പുരയിടത്തിൽ നിന്നും മണർകാട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നു. ഈ ശീവേലിക്കുട തയ്യാറാക്കുന്നതാകട്ടെ പരമ്പരാഗതമായി കണിയാൻ സമുദായക്കാരാണ്. ക്ഷേത്രനടക്കിലെത്തിയ ശേഷം കുടുംബത്തിലെ കാരണവർ അനുവാദം ചോദിക്കുമ്പോൾ ബലിക്കൽപുര മാളിക തുറക്കുന്നു. ഈ ചടങ്ങിന്റെ ഓർമ്മ പുതുക്കലാണ് വർഷം തോറും കുംഭഭരണി നാളിൽ സ്രായിയിൽ പുരയിടത്തിൽ നിന്നും മണർകാട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് നടക്കുന്ന വേലകയറ്റവും ബലിക്കൽപുര മാളിക നട തുറക്കലും. ഈ ചടങ്ങ് കണ്ടുതൊഴാൻ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് കുംഭഭരണി നാളിൽ മണർകാട് ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്.